പാലക്കാട് ആലത്തൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധനയ്ക്കിടെ കണക്കിൽപ്പെടാത്ത 9,400 രൂപ കണ്ടെടുത്തു. സബ് രജിസ്ട്രാർ ബിജു, ഹെഡ് ക്ലർക്ക് സുനിൽകുമാർ, ഉദ്യോഗസ്ഥനായ ബാബു എന്നിവരിൽ നിന്നാണ് തുക കണ്ടെടുത്തത്. നിരന്തരമായ പരാതിയെ തുടർന്നായിരുന്നു വിജിലൻസ് സംഘത്തിന്റെ മിന്നൽ പരിശോധന. ഇക്ബാൽ അറക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ആലത്തൂർ സബ് രജിസ്ട്രാർ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി വിജിലൻസ് സംഘത്തിന് പരാതി ലഭിച്ചിരുന്നു. രജിസ്ട്രേഷൻ സംബന്ധമായ കാര്യങ്ങളിൽ അനധികൃതമായി ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെന്നായിരുന്നു വിജിലൻസ് സംഘത്തിന് ലഭിച്ച പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വൈകിട്ട് 5:30 മണിയോടുകൂടി പാലക്കാട് വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ആലത്തൂർ രജിസ്ട്രാർ ഓഫീസിലേക്ക് പരിശോധന നടത്താൻ വേണ്ടി ഇവിടേക്ക് എത്തിയത്. മിന്നൽ പരിശോധന ഉദ്യോഗസ്ഥർ നടത്തുന്നതിനിടയിൽ ഇവിടെ നിന്ന് കണക്കിൽപ്പെടാത്ത പണം പിടികൂടുകയായിരുന്നു. 9,400 രൂപയാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് കണ്ടെടുത്തത്. ഇത് സബ് രജിസ്ട്രാർ ബിജുവിൽ നിന്നും 3,200 രൂപയും ഓഫീസിലെ ജീവനക്കാരായ ഹെഡ് ക്ലർക്ക് സുനിൽകുമാറിൽ നിന്നും മറ്റൊരു ഉദ്യോഗസ്ഥനായ ബാബുവിൽ നിന്നും 3,100 രൂപ വീതവും കണ്ടെടുക്കുകയായിരുന്നു. കണക്കിൽപ്പെടാത്ത തുകയായതുകൊണ്ടാണ് വിജിലൻസ് ഈ പണം ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. നിലവിൽ ഇപ്പോഴും വിജിലൻസ് സംഘം ഈ ആലത്തൂർ രജിസ്ട്രാർ ഓഫീസിൽ ഇപ്പോൾ വീണ്ടും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നിരന്തരമായി ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് സംഘത്തിന് പരാതി ലഭിക്കുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സംഘം ഇവിടേക്ക് എത്തി ഒരു പരിശോധന നടത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആധാരമെഴുത്ത് ആളുകളിൽ നിന്ന് ഇവിടെയുള്ള ജീവനക്കാർ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും നിരന്തരമായി പണം വാങ്ങിയിരുന്നു എന്നാണ് പരാതികൾ വിജിലൻസ് സംഘത്തിന് ലഭിച്ചത്. ഏതായാലും വിജിലൻസ് നടത്തിയ പരിശോധനയിൽ 9,400 രൂപ കണക്കിൽപ്പെടാത്ത 9,400 രൂപ ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നു. ഇവിടുത്തെ സബ് രജിസ്ട്രാർ ഓഫീസിൻ്റെ മേശയുടെ അടിയിലാണ് ഈ പണം ഒളിപ്പിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ ഏതായാലും വിജിലൻസ് സംഘം നൽകുന്ന വിവരം. സബ് രജിസ്ട്രാർ ഓഫീസിലെ സ്റ്റാഫുകൾ ജോലിക്കാർ വിവിധ സേവനങ്ങൾക്കായിട്ട് വിവിധ എമൗണ്ടുകൾ ആധാരം എഴുതുന്ന എഴുത്തുകാർ മുഖാന്തരം വാങ്ങിക്കുന്നതായിട്ട് ഒരു വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതങ്ങനെ കിട്ടുന്ന തുകകൾ അവർ ഈ പോകുന്ന സമയത്ത് ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ട് പോകുന്ന സമയത്ത് അവർ ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോവുകയാണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു അനുവാദം വാങ്ങിച്ച് ഒരു മിന്നൽ പരിശോധന നടത്തുകയായിരുന്നു. ഈ പറയുന്ന സോഴ്സിൽ പറഞ്ഞ പ്രകാരമുള്ള ഒരു അപാകത കാണപ്പെട്ടിട്ടുള്ളതാണ്. കുറച്ച് എമൗണ്ടുകൾ കണക്കിൽപ്പെടാത്ത എമൗണ്ടുകൾ ഈ 3 ഉദ്യോഗസ്ഥരിൽ നിന്നായിട്ട് അത് രജിസ്ട്രാറിൽ നിന്ന് അതുപോലെ ഓഫീസ് ക്ലർക്ക് സീനിയർ ക്ലർക്ക് പിന്നെ മറ്റൊരു OA 2-3 പേരിൽ നിന്നായിട്ട് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അടിസ്ഥാനത്തിൽ നേരത്തെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കി അയക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫർദർ നടപടികൾ ഉണ്ടായിരിക്കും. നിലവിൽ ഇപ്പോഴും ഇവിടെ വിജിലൻസിൻ്റെ പരിശോധന തുടരുകയാണ്. ഇനി ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും മറ്റ് നടപടികൾ സ്വീകരിക്കുക. ഇന്ന് തന്നെ ഈ പരിശോധന പൂർത്തിയാക്കി വിജിലൻസ് ഡയറക്ടർക്ക് ഇവിടെയുള്ള പാലക്കാട് വിജിലൻസ് DSP റിപ്പോർട്ട് സമർപ്പിക്കും. ഇതിനുശേഷം ഈ ജീവനക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. വീഡിയോ ജേർണലിസ്റ്റ് വിനയരാജനൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.